നമസ്കാരം. 3 സമ്മേളനങ്ങളും വിദേശത്തെ മേഖലാ സമ്മേളനങ്ങളും കേരളത്തിന് എന്ത് നൽകി എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഇരിക്കെയാണ് 4ാം ലോക കേരള സഭയ്ക്ക് തുടക്കമാകുന്നത്. സത്യത്തിൽ എന്താണ് ഈ ലോക കേരള സഭ? ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കേരളീയരിൽ പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. ഇതിന് നോർക്ക റൂട്ട്സിൻ്റെതായി സംസ്ഥാന സർക്കാർ തന്നെ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. അത് തന്നെ ഞാൻ ആദ്യം പറയാം. കേട്ടോളൂ. കേരളത്തിന് പുറത്തേക്ക് നാടിനുണ്ടായ വളർച്ചയിൽ പുറം മലയാളികൾ വഹിക്കുന്ന പങ്കിനെ വില കുറച്ച് കാണാനാകില്ല. വിദേശത്ത് സ്ഥിരതാമസമാക്കിയ മലയാളി സമൂഹത്തിനും ഭാവി തലമുറയ്ക്കും കേരളവുമായുള്ള ബന്ധം നിലനിർത്താൻ ഒരിടം ആവശ്യമാണെന്ന തിരിച്ചറിവിലാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രവാസ ലോകത്തെ കൂട്ടിയിണക്കുന്നതിന് വേണ്ടിയിട്ട് ലോക കേരള സഭ എന്ന ആശയം നടപ്പിലാക്കുന്നത്. പ്രവാസികൾക്ക് നാടിന്റെ വികസനത്തിനും ഉന്നമനത്തിനും എന്ത് സംഭാവനകൾ നൽകാൻ സാധിക്കും എന്നതിന്റെ സാധ്യതകൾ തിരിച്ചറിയാൻ ഒരു വേദി കൂടി ആകുകയാണ് ലോക കേരള സഭ. അതിനൊപ്പം പ്രവാസികളുടെ ആശയങ്ങളും ആശങ്കകളും പങ്കുവെക്കാനും ഈ ഒരു വേദി സഹായിക്കുന്നു. വിവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും അധിവസിക്കുന്ന കേരളീയർ തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കുക, പരസ്പര സഹകരണം ഉറപ്പുവരുത്തി കേരള സമൂഹത്തെ ഒരുമിച്ച് നിർത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് ലോക കേരള സഭയ്ക്കുള്ളത്. നിലവിലെ നിയമസഭാ അംഗങ്ങൾ, കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ, ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസി കേരളീയർ, അതിൽ ഇന്ത്യക്ക് പുറത്തുള്ളവർ, ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവർ, തിരികെ എത്തിയ പ്രവാസികൾ, തങ്ങളുടെ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രവാസികൾ, ഇവരെല്ലാം ഉൾപ്പെടും. അംഗങ്ങൾക്ക് പുറമെ OCI കാർഡ് ഉടമകൾ ഉൾപ്പെടെ പ്രത്യേക ക്ഷണിതാക്കൾ എന്നിവരാണ് 351 പ്രതിനിധികളിൽ ഉണ്ടാകുക. ഞാൻ ഈ പറഞ്ഞതാണ് നോർക്ക റൂട്ട്സിന്റെ സൈറ്റിലുള്ളത് ലോക കേരള സഭയെ കുറിച്ച്. എന്നിട്ട് ഈ പുറം മലയാളികൾക്ക് ഇതിലൂടെ എന്തെങ്കിലും ഗുണം ലഭിക്കുന്നുണ്ടോ? എവിടെ? കുറെ പ്രാഞ്ചിയേട്ടന്മാർക്ക് ഒരു കൈമുടക്കുമില്ലാതെ കുറെ പുട്ടടിക്കാനുള്ള ഒരിടം. അതാണ് സത്യത്തിൽ ലോക കേരള സഭ എന്ന് വരും. ഭൂലോക തട്ടിപ്പായി മാറിയ ലോക കേരള സഭ CPMന്റെ ഒരു പിരിവ് യന്ത്രമാണോ? സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് തോന്നുന്നത്. ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ലോക കേരള സഭാംഗങ്ങളെ ഉപയോഗിച്ചാണ് CPM ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ പണം സമാഹരിച്ചത് എന്നും CPM ആഭിമുഖ്യമുള്ള വിദേശത്തെ കടലാസ് സംഘടനകളുടെ പ്രതിനിധികളോ CPM പ്രാക്ഷൻ നോമിനികളോ ആണ് ഈ സഭാംഗങ്ങളിൽ അധികവും എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കേട്ടോ, പ്രതിപക്ഷത്തിന്റെ ആരോപണം മാത്രമാണ്. എന്ന് മാത്രമാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർക്ക് ദക്ഷിണ നൽകിയാണ് ചില റാഞ്ചിയേട്ടന്മാർ ഈ സഭാംഗത്വം നേടിയെടുത്തിട്ട് ഉള്ളതെന്നും ലോക കേരള സഭ ഒരു മച്ചിപ്പശുവാണെന്നും BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട്. ഈ നടന്ന 3 സഭകളുടെയും തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ നടപ്പിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, പ്രോഗ്രസ് റിപ്പോർട്ട് പോലും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കേരള വികസനത്തിനോ വിദേശ നിക്ഷേപ സമാഹരണത്തിനോ പ്രവാസ പ്രശ്ന പരിഹാരത്തിനോ ലോക കേരള സഭ ഒരു സംഭാവനയും ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോടികൾ ധൂർത്തടിച്ചുള്ള പ്രസംഗ മത്സരവും മൃഷ്ടാന്ന ഭോജനവും കലാപ്രകടനവുമാണ് ഈ ലോക കേരള സഭയുടെ സ്ഥിരം കാര്യപരിപാടി. ഈ കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനിയെങ്കിലും കുറച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പ്രവാസികൾക്കായി ഒന്ന് ചെയ്തുകൂടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കുവൈറ്റ് ദുരന്തത്തിൽ 24 മലയാളികളാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ചികിത്സയിൽ കഴിയുന്നവരിലാണെങ്കിൽ 7 മലയാളികളുടെ നില അതീവ ഗുരുതരമായി ഇപ്പോൾ തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നാണ് വരുന്ന അറിയിപ്പുകൾ. കുവൈറ്റിലെ അഗ്നിബാധ മലയാളികൾക്ക് സത്യത്തിൽ ഒരു നെഞ്ചു പിളരുന്ന നോവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെങ്കിലും എത്രയും വേഗം ഈ ലോക കേരള സഭയിലൂടെ ഒന്ന് നടപ്പാക്കൂ എന്ന് താഴ്മയായി കേഴുകയാണ്. അല്ലാതെ മറ്റൊന്നുമില്ല പറയുക.